ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ നോമിനേഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വൈൽഡ് കാർഡ്സ് ഒക്കെ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട്. രാവിലെ മുതൽ നിങ്ങളെല്ലാവരും ലൈവൊക്കെ കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ എല്ലാ കാര്യങ്ങളും പോയത്, അവർ പുറത്തുള്ള കാര്യങ്ങളൊക്കെ അവരടുത്ത് റിവീൽ ചെയ്തിട്ടുണ്ട് കുറേ ആൾക്കാരൊക്കെ. അപ്പം അതിൽ മെയിനായിട്ട് സായിയാണ് സീക്രട്ട് ഏജൻറ്റ്, നമ്മുടെ എല്ലാവരുടെയും സീക്രട്ട് ഏജൻറ്റ്. അവിടെ പോയി ജാസ്മിൻ്റെ അടുത്തെല്ലാം പറഞ്ഞിരിക്കുകയാണ്. അപ്പം സായി പോയി അവരുടെ പാപ്പാൻ്റെ കാര്യങ്ങളും പിന്നെ അഫ്സലിൻ്റെ ഓഡിയോ പുറത്തിറങ്ങിയ കാര്യങ്ങളും എല്ലാം ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ജാസ്മിൻ ആക്ച്വലി പുറത്തത് കാണിക്കുന്നില്ലെങ്കിൽ ഉള്ളിൽ നല്ല പോലെ വിഷമിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് പുറത്ത് നമ്മളെക്കുറിച്ച് ഇങ്ങനെയാണ് ഇമേജ് വന്നിട്ടുള്ളതെന്ന്. സോ അറിഞ്ഞിട്ട് തന്നെ അവർ കളിക്കട്ടെ അല്ലേ. ഇനി പുറത്തുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് അവരെങ്ങനെ കളിക്കുന്നത് നമുക്ക് ഇനിയുള്ള ഡേയ്സിൽ കാണാനായിട്ട് പറ്റും. കോമ്പിനേഷനിലേക്ക് വരുവാണെങ്കിൽ ഗാർഡൻ ഏരിയയിൽ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ബ്ലാക്ക് പെയിൻറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രഷ് ഉണ്ട്, ആ ബ്രഷ് വെച്ച് നമ്മൾ ആരാണോ നോമിനേറ്റ് ചെയ്യുന്നത് അയാളുടെ ബോഡിയിൽ എവിടെയെങ്കിലും ആ പെയിൻ്റ് ഒന്ന് വെക്കുക. അതാണ് അങ്ങനെയാണ് ഈ പ്രാവശ്യം നോമിനേറ്റ് ചെയ്യേണ്ടത്. ഓപ്പൺ നോമിനേഷൻ ആണ് ഓഫ് കോഴ്സ്. ഫസ്റ്റിന് സ്റ്റാർട്ട് ചെയ്യുന്നത് പവർ ടീമാണ്. അവർ ആദ്യമായിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് ജിൻഡോനെയാണ്. അപ്പോൾ ജിൻഡോ കാര്യത്തിൽ എന്തൊക്കെയാണ് ബോഡി ഷെയ്മിങ്, പിന്നെ റൂൾസ് വയലേഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ജിൻഡോനെ ഇവർ നോമിനേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഓരോ ഇൻഡിവിജ്വലായിട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓരോ ഇൻഡിവിജ്വലായിട്ട് നോമിനേറ്റ് ചെയ്യണം. ഗബ്രിയാണ് ആദ്യം വരുന്നത്. ഗബ്രി വന്നിട്ട് ആരെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്? നോറ ഒരു വ്യക്തി കാർഡ് കളിക്കുന്നു പറഞ്ഞിട്ട് കരച്ചിലെന്നൊക്കെ പറഞ്ഞാണ് നോറയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. പിന്നെ ഓഫ്കോഴ്സ് ജാൻമണിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ജാൻമണി വന്നിട്ട് ഓരോരുത്തർ ശപിക്കുന്നതൊക്കെ പറഞ്ഞിട്ടാണ് ജാൻമണിനെ നോമിനേറ്റ് ചെയ്യുന്നത്. നോറ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ജാൻമണി തന്നെയാണ്. ജാൻമണി നോറയുടെ സൗണ്ട് പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ജാൻമണി ലാലേട്ടൻ വന്നിട്ട് വീഡിയോ കാണിച്ചപ്പോഴാണ് അറിയുന്നത്. അപ്പം ആ റീസൺ പറഞ്ഞിട്ടാണ് നോറ അവിടെ ജാൻമണിനെ നോമിനേറ്റ് ചെയ്യുന്നത്. പിന്നെ ശ്രീരേഖേനെയാണ് അവർ നോമിനേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ജിൻഡോ വരുന്നുണ്ട്. ജിൻഡോ വന്നിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് ആരെയാണ്? ശരണ്യനെയാണ്. ശരണ്യ എന്തോ ഒരു കാര്യം ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ജിൻഡോ മോശമായി പെരുമാറി അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞത് ശരിയായില്ല, എൻ്റെ ഒരു ലൈഫിനെ തന്നെ ത്രെട്ടൻ ചെയ്യുന്ന രീതിയിലുള്ള കാര്യമാണ് ശരണ്യ പറഞ്ഞതെന്നുള്ള ഒരു റീസൺ വെച്ചിട്ടാണ് ജിൻഡോ വന്നിട്ട് ശരണ്യനെ നോമിനേറ്റ് ചെയ്തത്. പിന്നെ ശ്രീധു വന്നിട്ട് നല്ലൊരു ഗെയിമറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീധുവിനെ ജിൻഡോ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അപ്സര വരുന്നുണ്ട്. അപ്സര ഓഫ് കോഴ്സ് അൻസിബേനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. നോട്ട് ആക്റ്റീവ് എന്നുള്ള ഒരു ഇതിലാണ് അൻസിബേനെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ജാൻമണീനെ അപ്സര പറയുന്നുണ്ട്. ജാൻമണി ഇങ്ങനത്തെ ശാപവാക്കുകളൊക്കെ പറയുന്നുണ്ട്. അത് അപ്സരയ്ക്ക് ഇഷ്ടമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിന് ജാൻമണീനെ നോമിനേറ്റ് ചെയ്യുന്നു. അടുത്ത് വരുന്നത് നന്ദനയാണ്. നന്ദന പൂജനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പം പൂജനെ നോമിനേറ്റ് ചെയ്യാനുള്ള റീസൺ ആയിട്ട് പറയുന്നത് കിച്ചണിൽ മുടി അഴിച്ചിട്ട് കുക്ക് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ പൂജ അൻസിബ ഓഫ് കോഴ്സ് ഇൻആക്റ്റീവ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് വരുന്നത് ശ്രീരേഖയാണ്. ശ്രീരേഖ ഓഫ് കോഴ്സ് ജാൻമണിയാണ്. ശാപവാക്കുകൾ മിഡിൽ ക്ലാസ് തിങ്സ് ക്ലാസ് വെച്ച് ഡിവൈഡ് ചെയ്ത് ജാൻമണി പറഞ്ഞൊക്കെ വെച്ചിട്ട് ജാൻമണിനെ പറയുന്നുണ്ട്. പിന്നെ അൻസിബ ഇത് കേട്ടിട്ടും മിണ്ടാതിരുന്നു എന്നാണ് ശ്രീരേഖ പറഞ്ഞത്. ആക്ച്വലി അങ്ങനെയല്ല, അൻസിബ പറയുന്നുണ്ട്. ആര് പറഞ്ഞാലും കേൾക്കാത്തൊരു സ്വഭാവമാണ് ജാൻമണിയുടേത്. സോ അത് അവർ കണ്ടിട്ടില്ല. അവർ വീഡിയോ കാണിച്ചപ്പോൾ അൻസിബ ചെവി പൊത്തിയിട്ട് അവിടെ ഇരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അവർക്കത് അറിയുന്നില്ല, പക്ഷേ അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ അഭിഷേക് വരുന്നുണ്ട്. അഭിഷേക് നോമിനേറ്റ് ചെയ്തത് ഓഫ് കോഴ്സ് അത് അഭിഷേകിനെയാണ്. അവർ നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ആ അഭിഷേകിനെയും പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ജാൻമണി. അവൻ വന്നിട്ടുള്ളത് തന്നെ ഇവർക്ക് എതിരെയായിട്ടാണ്. അപ്പോൾ അവർ തന്നെയാണ് അവൻ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ജാൻമണിക്ക് ഭയങ്കര അഹങ്കാരമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ അൻസിബ വരുന്നുണ്ട്. അൻസിബ വന്നിട്ട് ശരണ്യാൻ്റെ അഭിഷേകിനെയാണ്. അഭിഷേക് പറഞ്ഞത് ശരിയല്ല. അഭിഷേക് ലൈവിൽ മറ്റേ അഭിഷേക് ഗെയിനെ കുറിച്ചിട്ട് മോശമായിട്ട് എന്തോ വേർഡ്സ് യൂസ് ചെയ്യുന്നു. ഞാനത് ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്തോ ഒരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു റീസൺ അങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണ് അൻസിബ അവരെ വന്നിട്ട് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ പൂജ വരുന്നുണ്ട്. പൂജ വന്നിട്ട് അഭിഷേകിനെയും ഓഫ് കോഴ്സ് അഭിഷേക് ഈ റീസൺ കൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ റീസൺ അഭിഷേകിനെയും ജാൻമണിനെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ റസ്മിൻ വരുന്നുണ്ട്. റസ്മിൻ വന്നിട്ട് ജാൻമണിനെയും ഋഷിനെയാണ് പറയണത്. സോ ജാൻമണിയുടെ റീസൺ എല്ലാവർക്കും സെയിം തന്നെയാണ്. ഋഷി വന്നിട്ട് ഇനാക്റ്റീവ് ആണ്. പിന്നെ അൻസിബയുടെ അണ്ടറിലാണ്. അൻസിബ പറയുന്നതിനനുസരിച്ചാണ് ഋഷി പ്ലേ ചെയ്യുന്നത്. ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ അല്ല എന്നുള്ള റീസണിലാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ സിബി വരുന്നുണ്ട്. സിബി ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടോ. എനിക്ക് സിബിനെ കണ്ടപ്പോഴത്തേന് കുറച്ച് നേരം ഞാൻ ലൈവ് കണ്ടപ്പോഴത്തേന് സിബി അടിപൊളിയായിട്ടുണ്ട്. സോ സിബി വന്നിട്ട് സിബി വന്നിട്ട് പറയുന്നത് അഭിഷേക് ആൻഡ് അൻസിബയാണ്. സിബി പറയുന്നത് എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. അപ്പം അഭിഷേകിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞ ആ വേർഡ് ശരിയായില്ല എന്ന് പറഞ്ഞിട്ടാണ് അഭിഷേകിനെ നോമിനേറ്റ് ചെയ്ത് അൻസിബ ഓഫ് കോഴ്സ് റൂമിൽ മാത്രമാണ് കാണുന്നത്, വേറെ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അൻസിബനെയും. പിന്നെ ഋഷി വരുന്നുണ്ട്. ഋഷി പറയുന്നത് അഭിഷേകിനെയും ശ്രീധുവിനെയാണ്. ദെൻ ശരണ്യ വരുന്നുണ്ട്. ശരണ്യ ഓഫ് കോഴ്സ് നോറേനെയും പിന്നെ അൻസിബനെയാണ് പറയുന്നത്. പിന്നെ വന്നിട്ട് ശ്രീധു വന്നിട്ട് ഋഷിനെയും അഭിഷേകിനെയാണ് പറയുന്നത്. ഋഷി വന്നിട്ട് ഒട്ടും ആക്റ്റീവ് അല്ല. ഋഷിനെ ആർക്ക് വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ശ്രീധു പറയണത്. ദെൻ ജാൻമണി, അഭിഷേക് ആൻഡ് ശ്രീരേഖ.
ശ്രീരേഖ ചേച്ചിയാണ് ആദ്യമായിട്ട് എടുത്ത് പറയണത് ഇങ്ങനെ ജാൻമണി ചെയ്ത കാര്യങ്ങൾ, അവർ ചെയ്ത കാര്യങ്ങളൊക്കെ പറയണ്ടേ, ആ റിസൾട്ട് ശ്രീരേഖനെ അവർ പറഞ്ഞു. ദെൻ നമ്മുടെ സായി വരുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരായി വന്നിട്ട് ഓരോരുത്തരും ഇങ്ങനെ നോമിനേറ്റ് ചെയ്യാണ്. ഓപ്പൺ നോമിനേഷൻ ആയതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ട്. അപ്പം അതിലെനിക്ക് ഇൻട്രസ്റ്റ് ആയി തോന്നിയത് സായി നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ നോമിനേഷൻ ആയിരുന്നു. അപ്പം ആദ്യമൊക്കെ ജാൻമണിനെ ഓരോരുത്തരും വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാൻമണി വന്നിട്ട് കയ്യിൽ മാത്രം തേക്കാൻ പാടില്ല, എൻ്റെ ഫേസിൽ തേക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരത് കേട്ടിട്ട് അങ്ങനെ കയ്യിലൊക്കെ കൊടുക്കുന്നുണ്ട്. സായി വന്നിട്ട് എനിക്ക് ജാൻമണിയുടെ ഫേസിൽ ബ്ലാക്ക് പെയിന്റ് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ജാൻമണി അവിടെ ഭയങ്കര അടി ഉണ്ടാക്കുകയാണ്. എൻ്റെ ഫേസ് എൻ്റെ ഐഡൻറ്റിറ്റിയാണ്, എൻ്റെ ഫേസിൽ അങ്ങനെ ചെയ്യാനൊന്നും എൻ്റെ ഫേസിൽ പെയിന്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല, എൻ്റെ കൈ അതർ പാർട്സ് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, എൻ്റെ ഫേസ് ഞാൻ സമ്മതിക്കില്ല, എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എൻ്റെ ഫേസ് ആണ്, അങ്ങനെയാണ് ആനയാണ് ചക്കയാണെന്നൊക്കെ പറഞ്ഞിട്ട് ജാൻമണി ഭയങ്കര ബഹളം വെക്കുകയാണ് അവിടെ. അപ്പോൾ സായി പറയുന്നുണ്ട് എനിക്ക് ഫേസിലാണ് ആക്കേണ്ടത്, ബിഗ് ബോസ് പറയുകയാണെങ്കിൽ ഓക്കെ ഞാനത് കേൾക്കാം, അല്ലെങ്കിൽ താങ്കളും ഒരു എന്താണ് ഇവിടെ എല്ലാവരെ പോലെ എല്ലാവരും ഈക്വലാണ്, വേറെ കുറേ ആൾക്കാരുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, പിന്നെ ജാൻമണിയുടെ ഫേസിൽ മാത്രം എന്തുകൊണ്ട് അപ്ലൈ ചെയ്തിട്ട് റൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അവിടെ സായി ചോദിച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് ഭയങ്കര റൈറ്റ് ആയിട്ടാണ് അത് തോന്നിയത്. കാരണം എല്ലാവരുടെയും ഫേസിൽ അവർക്ക് അവരുടെ ഫേസ് അവരുടെ ഐഡന്റിറ്റി ആണ്, എല്ലാവർക്കും അവനവൻ്റെ ഫേസാണ് അവനവൻ്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് മാത്രമായിട്ട് എന്താണ് ഒരു സ്പെഷ്യൽ പ്രിവിലേജ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ കുറേ നേരം അവിടെ നിന്നു, പക്ഷേ ബിഗ് ബോസ് വന്നിട്ട് ഇതിനൊരു ആൻസറും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന് വേണ്ടി ജാൻമണിനെ പേടിയാണ്. ജാൻമണി ഇൻഡസ്ട്രിയിൽ നിന്ന് എല്ലാവരും പുറത്താക്കുന്ന പേടിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്ന ആളുകൾ ആരും ജാൻമണിക്കെതിരെ പറയാത്തത്. സോ ഇനി ബിഗ് ബോസിന്റെ ജോലി പോകുന്നത് കരുതിയിട്ടാണോ എന്നറിയില്ല, ബിഗ് ബോസ് ജാൻമണിക്ക് ഫേവർ ആയിട്ടുള്ള ഒരു ആൻസറാണ് കൊടുത്തത്. അവരുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ ഫേസിൽ തേക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത്. സോ ബാക്കി എല്ലാവർക്കും ഫേസിൽ അപ്ലൈ ചെയ്യാമെങ്കിൽ ഇവർക്ക് മാത്രം എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല? ഇവരാരാണ് ബിഗ് ബോസ് എന്തിനാണ് ജാൻമണിക്ക് ഇങ്ങനെ ഫേവർ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല. അറ്റ്ലീസ്റ്റ് ബിഗ് ബോസിനെങ്കിലും പറയും ഇവിടെ എല്ലാവരും ഈക്വൽ ആണ്, സോ എവിടെ വേണമെങ്കിലും തേക്കാന്ന് ബിഗ് ബോസിന് പറയാമായിരുന്നു. പക്ഷെ ബിഗ് ബോസ് അത് ചെയ്തില്ല. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ജാൻമണിയുടെ അഹങ്കാരം. എല്ലാവരും നോമിനേറ്റ് ചെയ്യുമ്പോഴും എല്ലാവരും തെറ്റാണെന്ന് പറയുമ്പോഴും ഞാൻ ഇങ്ങനെ തന്നെ ബിഹേവ് ചെയ്യുള്ളൂ എന്ന് ഭയങ്കര അട്ടമെൻ്റായിട്ട് അവിടെ നിന്ന് അവരുടെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ നമുക്ക് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ജാൻമണിയുടെ ബിഹേവിയർ. അപ്പോൾ ടോട്ടലായിട്ട് 9 പേരാണ് നോമിനേറ്റ് ആയിരിക്കുന്നത്. സോ ജിൻഡോ ഡയറക്റ്റ് നോമിനേറ്റ് ആയിട്ടുണ്ട്. ദെൻ നോറയ്ക്ക് 2 വോട്ട് ലഭിച്ചിട്ടുണ്ട്, ജാൻമണിക്ക് 9 വോട്ട് ലഭിച്ചിട്ടുണ്ട്, അൻസിബ 6, ദെൻ ശരണ്യ 3, ശ്രീതു 2, അഭിഷേക് 1, ഋഷി 2 ആൻഡ് ശ്രീരേഖ 2. അങ്ങനെ 9 ആൾക്കാരാണ് നോമിനേഷൻ ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം. അതുവരേക്കും